ഇപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വളരെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന സമയത്താണ് ഈ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുന്നതും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻപിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇത്രയും പ്രതിരോധിച്ച് ഒരു മിനി പിണറായി വിജയനായി അത്ര ശക്തമായി ഇദ്ദേഹം കോൺഗ്രസിന്റെ മറ്റൊരു മുഖം അയാൾ പുറത്തു കൊണ്ടുവന്ന് ഇത്ര ശക്തമായി പ്രതികരിച്ച് കോൺഗ്രസിനെ ഒരു വൻ വിജയത്തിലേക്ക് കൊണ്ടുവന്ന വി ഡി സതീശനെ എന്തുകൊണ്ട് കേരളത്തിലെ UDF മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൂടാ? വി ഡി സതീശൻ വരുമ്പോൾ ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിനൊരു അവസരം കോൺഗ്രസ് നൽകണം എന്നാണ് ഇവിടുത്തെ വികാരമാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രതിഷേധമായിട്ടും മറ്റും ഒക്കെ അറിയുന്നത്. മുസ്ലിം ലീഗും നല്ലൊരു ഘടകകക്ഷിയാണ്, വലിയൊരു സീറ്റിന്റെ ഘടകകക്ഷിയാണ്. പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് അത്രയും പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഇവരെ പിന്താങ്ങി, അതുപോലെ തന്നെ വയനാട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച, അല്ലെങ്കിൽ അവർക്കൊരു പിടിവള്ളിയായി വയനാട് മാറിയത് മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് തന്നെയാണ്. അപ്പൊ അവര് പറയുന്ന ഒരു വാക്കും അവർക്ക് വിലക്കെടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം എടുക്കാതെ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും. അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇവർ എത്ര നല്ല ഭരണം കാഴ്ചവെച്ചാലും ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയാണ് എന്നുള്ള നിലക്കാണ് ഇവിടുത്തെ ആളുകളുടെ ജനവികാരം. അപ്പൊ അത് മാനിക്കണം എന്നാണ് ഈ മറ്റു ഘടകകക്ഷികളുടെയും ജനങ്ങളുടെയും ഒക്കെ തീരുമാനം. അപ്പോൾ ഇത് മുഖവിലക്കെടുത്ത് ഇവർ നല്ലൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം.